ദേഷ്യപ്പെടുന്നതല്ലേ? അത് സത്യമാണ്. അല്ല അങ്ങനെയൊന്നുമല്ല. അതല്ല ഞങ്ങള് ജാഥയിൽ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ റോഡിൽ പടക്കം പൊട്ടിച്ചു. അപ്പം തന്നെ ഞാൻ ആളെ വിട്ടിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും റോഡിൽ പടക്കം പൊട്ടിക്കരുത്. റോഡിൽ പടക്കം പൊട്ടിച്ചാൽ ആളുകൾക്ക് അപകടം ഉണ്ടാവും. വേണ്ടേ? ഒരു കൊച്ചു അതിലെ പോകുമ്പോൾ അതിനൊരു പൊള്ളലേറ്റാല നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? ഒരാൾ ബൈക്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാല? എനിക്ക് പെട്ടെന്ന് ആദ്യമായി. അപ്പം ഞാൻ ആളെ പറഞ്ഞു വിട്ടത് നിർത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് നിർത്തി. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ ദൂരെ നിന്ന് അവിടെ വന്നിരിക്കുന്ന ആളുകളാണ് പൊട്ടിക്കുന്നത്. വീണ്ടും പൊട്ടിച്ചു. അപ്പം ഞാൻ ദേഷ്യപ്പെട്ടു, സത്യമായിട്ടും ദേഷ്യപ്പെട്ടു. ഒരു റോഡിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല, റോഡിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. അതിന് ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ അയ്യോ ഇനി മേലാൽ നിങ്ങൾ പടക്കം പൊട്ടിക്കരുത് എന്നല്ല പറഞ്ഞത്, മേലത് ചെയ്തിരുന്നു പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞ ഞാനത് വിഷ്വലൈസ് ചെയ്ത് റോഡിലിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ആ റോഡിലൂടെ ഒരു കുഞ്ഞിന്, എത്ര പേരുടെ ഒക്കത്ത് കുഞ്ഞുങ്ങളിരിക്കുന്നു, ആ കുഞ്ഞുങ്ങളുടെ എല്ലാം തെറിച്ചു വല്ല കണ്ണിലോ എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു യാത്രയായി വന്നിട്ട് ആർക്കെങ്കിലും ഒരു പരിക്ക്, നമ്മുടെ ആളുകൾ ഇങ്ങനെ അവരെ ആഘോഷിച്ചാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, അവരൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത അതൊക്കെ നമ്മളൊരു സിസ്റ്റം കൊണ്ട് തന്നെ പൊതുജാഥ നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം ഇതിപ്പോൾ ഒരു ഫോക്കസിൽ വന്നല്ലോ, ഇനി മേലെ ആരും പടക്കം പൊട്ടിക്കരുത്. അങ്ങനെ അതാണ് ഞാൻ ദേഷ്യപ്പെട്ടാണ്. ഇത് എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു, അത് നിർത്തിച്ചു. രണ്ടാമതും അത് ചെയ്തപ്പോൾ ഞാൻ ചൂടായി. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ മേലെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു. സത്യമാണ്, ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്.